സദാശിവത്തിന് ശേഷം കേരളത്തിന്റെ ഗവർണറായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ പതിവ് ശീലങ്ങളെല്ലാം പൊളിക്കുകയാണ്. ഇനി കഷ്ടി 9 മാസമാണ് അവശേഷിക്കുന്നത്. അതിനു മുമ്പ് ആടിത്തിമിർക്കുകയാണ്. Will you allow them to come near Chief Minister's car? Who is the senior officer? These Hundas will rule the roads of the Trivandrum. Bloody criminals. കണ്ടു ശീലിച്ച കാഴ്ചകളെയല്ല, മാനാഞ്ചിറയും മിഠായി തെരുവുമെല്ലാം കൺകുളിർക്കെ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോവുകയാണ്. കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവരെ വെല്ലുവിളിച്ച്. Also, you have made a mockery. I feel no threat from the people of Kerala. Am I safe or I'm not? കോഴിക്കോട്ടെ കാഴ്ചകളോടുള്ള പ്രിയമല്ല, കോഴിക്കോടൻ ഹൽവയുടെ മധുരം കുതിച്ചിട്ടുമായിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്ര. ആരുണ്ടടാ തടയാനെന്ന ചോദ്യമാണ്. Why will I not come if they are hitting the glasses? No, they are hitting. I cannot allow the criminals, the Hundas, to rule the road. SFA ഗവർണർ തെരുവിലാണ് നേരിടുന്നത്. അതെ, കേരളത്തിൽ പതിവില്ലാതെ വീറും വാശിയും ഏറ്റുമുട്ടുകയാണ്. സർവകലാശാല നിയമനങ്ങളിൽ സർക്കാരിനെ വെട്ടിത്തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് ഇരുചേരിയിൽ നിന്ന് കൊമ്പുകോർത്തു. കാവ്യവൽക്കരണമെന്നാരോപിച്ച SFI പക്ഷം പിടിച്ചു. തിരുവനന്തപുരത്തെ കരിങ്കൊടിയും ഗവർണറുടെ പ്രത്യേകതരം ആക്ഷനും സാമ്പിൾ മാത്രം. SFIയുടെ പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാരോപിച്ച പോര് മുഖ്യമന്ത്രിയോടാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അടിവരയിട്ടു. They are not protesters who attack your car physically, who want to hurt you physically. They are protesters. They are criminals, out and out criminals, hired by Chief Minister. He pays them, and it is because Chief Minister has sent them. He wants me. Why he is sending them? ഡൽഹിയിൽ പോയി കാണേണ്ടവരെ കണ്ട ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത യാത്ര തേഞ്ഞിപ്പലത്തേക്കാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ പോയിട്ട് കോഴിക്കോട്ടങ്ങാടിയിൽ കാലുകുത്തിക്കില്ലെന്ന SFI. വെല്ലുവിളി SFI ഉയർത്തിയ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. ഞാനെന്തോ ഭയങ്കര ഹീറോയിക് പരിവേഷം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കീലേരി അച്ചു നിലവാരത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വഴങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. ജനാധിപത്യപരമായി കരുത്തുറ്റ തീഷ്ണമായ സമരം പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. I'm not aware of the protest. Where is the protest? They are all criminals. They have been hired by the Chief Minister. Whatever protest is there, it is sponsored by the Chief Minister personally. പണ്ട് അലിഗഡ് സർവകലാശാലയിലെ യൂണിയൻ പ്രസിഡന്റായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് പഴയ കോളേജ് കാലമാണ്. 5 attempts were made on me. Now when I am living on borrowed time, I will be scared of these bullies, gundas? No way. തിങ്കളാഴ്ചത്തെ പരിപാടിക്ക് 2 ദിവസം മുന്നേ എത്തി കാലിക്കറ്റ് ക്യാമ്പസിൽ താമസമാക്കിയായിരുന്നു മറുപടി. പിറ്റേ ദിവസം നടക്കാനിറങ്ങി. Have you taken any action? कल इसके खिलाफ एक्शन लेना है. Also, you have made a mockery.
How come this is here? I am asking you, if Chief Minister is staying here, you will allow this? Don't have eyes to see this? You want to insult me? ഗവർണർ ഗോ ബാക്ക് എന്നെഴുതിയ SFIയുടെ വീറിന്റെ ബാനറുകൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് നീക്കി. No, let the. You are saying that you have asked the Vice Chancellor. Not like that, sir. What is like that? What is like this? If it is not like that. നേരം പുലരുമ്പോൾ വീണ്ടും ബാനർ കെട്ടി സഖാക്കൾ കരുത്തുകാട്ടി. സ്കോർ തുല്യത പാലിച്ചു നിൽക്കുമ്പോഴാണ് എനിക്കൊരു സുരക്ഷയും വേണ്ടെന്ന് പറഞ്ഞ കോഴിക്കോട്ടേക്കുള്ള യാത്ര. I feel no threat from the people of Kerala. The people of Kerala love me. പോലീസും മാധ്യമങ്ങളും ഗവർണർക്ക് പിന്നാലെ. കോഴിക്കോട് VEM ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി കുട്ടികളോട് ആദ്യം കുശലം പറഞ്ഞു. മധുര പ്രതികാരത്തിന് ഇത്തിരി ഹൽവ കൂടി വേണം. നേരെ മിഠായി തെരുവിലേക്ക്. കിഡ്സൺ കോർണറിൽ ഇറങ്ങി ഗവർണർ നടന്നു. വരുന്നത് ഭരണഘടനാ തലവനാണ്. കയ്യിൽ നിന്ന് പോകുമോ എന്ന ആശങ്ക പോലീസിന്. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന ഗവർണർ. ഗവർണർക്ക് ഹൽവ നൽകാൻ മത്സരിച്ച് കച്ചവടക്കാർ, ഒപ്പം ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ജനങ്ങൾ. എല്ലാറ്റിനും നിന്നുകൊടുക്കാൻ തയ്യാറായി ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൽവയുടെ മധുരം നുണഞ്ഞും മിഠായി തെരുവിന്റെ സ്നേഹമറിഞ്ഞും 3/4 മണിക്കൂർ. വെല്ലുവിളികളെ നേരിടുന്ന ജനങ്ങളുമായി ഇടപഴകുന്ന ഗവർണർ എന്ന പ്രതിച്ഛായ കേരളീയ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിൽ നിന്ന് മടങ്ങിയത്. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are Hondas. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയമാണ്. മുഖ്യനും പരിവാരങ്ങളും വരുന്ന വഴിക്ക് അവർക്ക് താല്പര്യമില്ലാത്ത എല്ലാ ആളുകളെ അടിച്ചോടിക്കും. ഈ കറുത്ത മാസ്ക് ധരിച്ചവരെയും കറുത്ത കൊടി പിടിച്ചവരെയും കറുത്ത നിറമുള്ള കാക്കയും കറുത്ത നിറമുള്ള ആനയും വരെ കൺമുമ്പിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രയാണം നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഗവർണർ യാതൊരു തടസ്സവും ഇല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പെരുമാറുന്ന കാഴ്ച. സത്യത്തിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അതിഭയങ്കരമായിട്ട് ട്രോളുകയാണ് നമ്മുടെ ഗവർണർ ചെയ്തിട്ടുള്ളത്.
പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം ആളിക്കത്തുന്ന പ്രതിഷേധ ജ്വാല. ഉള്ളുലഞ്ഞു വിളിച്ച മുദ്രാവാക്യങ്ങൾ ഒരിക്കൽ കൂടി ക്യാമ്പസുകളിൽ പ്രതിധ്വനിച്ചു. SFI നേരിടുന്നത് ഗവർണറെയാണ്. അതിരുവിട്ടാൽ സർക്കാരാണ് പ്രതിസന്ധിയിലാകുന്നത്. ബലൂണുകളിലും ബാനറുകളിലും പ്രതിഷേധ കടലുണ്ട്. Chief Minister is sending them under police protection. They are Hondas. They are not students. Only SFI has students. Other students are not there. I am saying not students. SFI is an organization of Hondas. This is what they do. Fine. Let them be criminals, murderers. They are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not?
കേരളത്തിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ മനുഷ്യനാര് എന്ന് ചോദിച്ചാൽ ഒരു തർക്കത്തിനും ഇടയില്ലാതെ പറയും അത് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ആയിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന്. 4-5 ജില്ലകളിലെ പോലീസ് ഫോഴ്സ് അണിനിരന്നിട്ടും SFIയുടെ സമരവീര്യം എവിടെയും ചോർന്നു പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തല്ലണോ തലോടണോ എന്നറിയാതെ പോലീസ് ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങളാണ് പോരടിക്കുന്നത്. That control has gone away now. Therefore, they want to frighten me. I am not one who is. I have already told you. For me, the ideal personality is Swami Vivekananda. And he said, face the brutes, face the terrible, and face them boldly. And if they, like monkeys, they will fall back if you cease to flee from them. I am not one who will flee. കൊണ്ടും കൊടുത്തും മുന്നേറുന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ വീറും പതിവിലും കൂടി. ഇതും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. മന്ത്രിസഭ ഒന്നാകെ മുഖ്യമന്ത്രിക്കൊപ്പം അണിനിരന്നു. കലാപകലുഷിതമായ രീതിയിൽ ഈ സർവകലാശാലകളുടെ ഒരു അന്തരീക്ഷം മാറ്റുന്ന വിധത്തിൽ വളരെ നിലവാരമില്ലാത്ത നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഒരിക്കലും ഒരു ചാൻസലർ എന്നുള്ള നിലയ്ക്ക് നേരിട്ട് ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഒരിക്കലും നടത്താൻ പാടുള്ളതല്ല. അതുപോലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഷേധങ്ങളെ സംയമനത്തോടുകൂടി, പക്വതയോടുകൂടി, പാകതയോടുകൂടി കാണാനുള്ള ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. യഥാർത്ഥത്തിൽ അതിന് വിശേഷിപ്പിക്കാവുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത കൊണ്ടാണ്. 4 വരി ഞാനതിപ്പോൾ ചൊല്ലുന്നില്ല. അതിനർഹനാണ് അദ്ദേഹം. മർക്കടസ്യ സുരാപാനെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ കേന്ദ്രത്തിലേക്ക് അധികം താമസിയാതെ എത്തും. ഡോക്ട്രിൻ ഓഫ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രാഷ്ട്രീയ തലത്തിലുണ്ടാകുന്ന വാഗ്വാദങ്ങൾക്ക് കോടതികൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മുൻകാല വിധികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊരു ചർച്ചയിലൂടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അല്ലെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിൽ പറഞ്ഞു തീർക്കുക മാത്രമാണ് ഇതിനകത്ത് ഒരു പോംവഴിയായിട്ട് നമ്മുടെ മുൻപിൽ കാണുന്നത്. മറുവശത്ത് ഗവർണർക്ക് കവചമൊരുക്കാനാണ് BJPയുടെ നീക്കം. BJP നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ചടുല നീക്കങ്ങൾ. നിയമവാഴ്ച ഉറപ്പുവരുത്താൻ
എന്തൊക്കെ ചെയ്യണമെന്ന് ശരിയായി പഠിച്ചിട്ടുള്ള ആളാണ് കേരള ഗവർണർ. വെറുതെ വന്നിരിക്കുന്ന ആളല്ല, നോക്കുകുത്തി ഗവർണർ അല്ല. നമ്മൾ ഈ സീനിലേ ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഗവർണർ വേറൊരു നാടകം നടത്തുന്നു, SFI വേറൊരു നാടകം നടത്തുന്നു. ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുമ്പോൾ എപ്പോഴും ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവും. ഗവൺമെന്റ് വല്ലാത്ത പ്രതിരോധം നിൽക്കുമ്പോൾ അത് കഴിയുമ്പോൾ വേറെ പോകും. കോഴിക്കോട് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും കാണാൻ കിടക്കുന്നതേയുള്ളൂ കേരളം. ഈ പോര് ഇവിടെ തീരുകയല്ല, ഇനിയും കാണാൻ കിടക്കുന്നതേയുള്ളൂ.